പാകിസ്ഥാനിൽ ബന്ധുക്കളെ കാണാനെത്തിയ 9കാരിക്ക് ദാരുണാന്ത്യം. കവർച്ചക്കാരെ പിടിക്കാൻ പോലീസ് നടത്തിയ വെടിവയ്പിൽ പൊലിഞ്ഞത് ഒരു പിഞ്ചു ജീവൻ. ഹജ്ജ് കർമ്മം കഴിഞ്ഞ് ബന്ധുക്കളെ കാണാൻ പാകിസ്ഥാനിലെത്തിയ ഒരു കൊച്ചുകുട്ടിക്ക് സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടലിലാണ് അവളുടെ കുടുംബം. പഞ്ചാബിലെ ചക്വാളിൽ നടന്ന ഒരു മോഷണ ശ്രമത്തിനിടെ പോലീസിന്റെ വെടിയേറ്റാണ് 9കാരിയായ ഹാനിയ അഹമ്മദ് എന്ന ഓസ്ട്രേലിയൻ പെൺകുട്ടി കൊല്ലപ്പെട്ടത്. ബുധനാഴ്ച രാത്രിയാണ് ആ കുടുംബത്തെ തകർത്ത സംഭവം നടന്നത്. തിങ്കളാഴ്ച ഓസ്ട്രേലിയയിലേക്ക് മടങ്ങാനിരിക്കെയാണ് ഹാനിയയും കുടുംബവും ചക്വാളിലുള്ള ബന്ധുവായ അലി ഇജാസിന്റെ വീട്ടിലെത്തിയത്. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി ആയുധധാരികളായ മോഷ്ടാക്കൾ ഇവരെ തടഞ്ഞു നിർത്തി സ്വർണവും പണവും ആവശ്യപ്പെട്ടു. എന്റെ കുടുംബത്തെ ഒന്നും ചെയ്യരുത്, ചോദിക്കുന്നതെല്ലാം തരാമെന്ന് ഹാനിയയുടെ പിതാവ് അദീൽ അഹമ്മദ് അവരോട് കേണപേക്ഷിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ പെട്ടെന്ന് കൈവിട്ടുപോയി. പാകിസ്ഥാൻ പോലീസിന്റെ പുതിയ ക്രൈംബ്രാഞ്ച് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ പെട്ടെന്ന് അവിടെ എത്തി. മോഷ്ടാക്കളും കുടുംബവും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് യാതൊരു ദയവുമില്ലാതെ മെഷീൻ ഗണ്ണുകൾ ഉപയോഗിച്ച് തുരുതുരെ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പോലീസിന്റെ ഈ വെടിവെപ്പിൽ 4 വെടിയുണ്ടകളാണ് ആ പിഞ്ചു ശരീരത്തിൽ തറച്ചു കയറിയത്. ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആ ജീവൻ പൊലിഞ്ഞു. അവളുടെ പിതാവിന് 2 തവണ വെടിയേറ്റെങ്കിലും അദ്ദേഹം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 11 വയസ്സുള്ള സഹോദരൻ അഫാനും വെടിയേറ്റ് റാവൽപിണ്ടിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസാണ് ആദ്യം വെടിവെച്ചത്. മോഷ്ടാക്കൾ തിരിച്ചടിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് പിതാവ് അദീൽ അഹമ്മദ് കണ്ണീരോടെ പറയുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. വാഹനത്തിലുള്ളത് ആരാണെന്ന് പോലും നോക്കാതെയാണ് പോലീസ് വെടിയുതിർത്തതെന്ന് CCD മേധാവി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനീസും സംഭവത്തിൽ സുതാര്യമായ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കവർച്ചാശ്രമം എങ്ങനെ ഇത്രയും വലിയൊരു ദുരന്തത്തിൽ കലാശിച്ചു എന്നതിന്റെ ഉത്തരം തേടുകയാണ് ഈ കുടുംബം ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര.